മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മനുഷ്യജീവനും കൃഷിക്കും ഭീഷണിയായ കാട്ടാനശല്യം തടയാൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു. വാഴക്കൊമ്പിനെ മയക്കുവെടി വെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കാനാകില്ല എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് അറിയിച്ചു. ചേലക്കര മേഖലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വനം, പോലീസ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കാട്ടാനകൾ കൃഷി നശിപ്പിക്കുകയും ജനങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്. കാട്ടാനശല്യം തടയുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് യോഗത്തിന് ശേഷം മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ, 9ാം വാർഡ് മെമ്പർ ശശികല എന്നിവർ അറിയിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നമ്മളുടെ വിവിധ സെക്ഷനിലുള്ള, അതായത് പൂങ്ങോട് സെക്ഷൻ, അതുപോലെ തന്നെ മച്ചാട്, മായന്നൂർ സെക്ഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും, അതുപോലെ നമ്മുടെ വടക്കാഞ്ചേരി, ചെറുതുത്തി പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് ഭരണസമിതി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ സംയുക്ത ഒരു യോഗം ഇന്ന് പഞ്ചായത്ത് ഭരണസമിതിയിൽ പഞ്ചായത്ത് യോഗം കൂടിയുണ്ടായി. നമ്മൾ കൂട്ടമായിട്ട് നമ്മളുടെ ഇന്നത്തെ യോഗത്തിലെടുത്ത തീരുമാനം, നമ്മളെ പെട്രോളിംഗ് നടത്തി നമ്മളുടെ മുന്നറിയിപ്പ് നൽകുക, ജനങ്ങളെ ബോധവാന്മാരാക്കുക. കാരണം കാട്ടാനൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് ഇറങ്ങുമ്പോൾ വാഹനത്തിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഭയന്നതിൻ്റെ പേരിൽ തന്നെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പെട്രോളിംഗ് ശക്തമാക്കാനുള്ള ഒരു നിർദ്ദേശം നമ്മൾ ആ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ സൈൻ ബോർഡുകൾ നിർമ്മിക്കണം. അതുപോലെ തന്നെ നമുക്ക് ആ PRTമാരെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ സേവനം വളരെ അടിയന്തരമായി നടപ്പിലാക്കണം എന്നുള്ള രീതിയിലുള്ള സജഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ പെട്രോളിംഗ് നടത്താമെന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷൻ പരിധി നമ്മുടെ വാഴാനിൽ നിന്നും അകമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ആക്കാനുള്ള സംവിധാനത്തിലേക്ക് ഉടനടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ PRTമാരുടെ സേവനം എല്ലാ വാർഡുകളിലേക്ക് എത്തിക്കാനുള്ളത്, നമ്മുടെ ആന ഇറങ്ങുന്ന മേഖലയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം അടിയന്തരമായിട്ട് ഏർപ്പാടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോളാർ ഫെൻസിങ് നമ്മൾ താൽക്കാലികമായിട്ട് ആന ഇറങ്ങുന്ന ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലിസ്റ്റുകളും അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുള്ളവയും അടിയന്തരമായി തന്നെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി ആനയും മറ്റ് വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വേഗത്തിലാക്കണമെന്ന് നമ്മളൊരു നിർദ്ദേശം ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ വന്ന ട്രഞ്ച് കീറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ആന ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് പിന്നീടൊരു സൊല്യൂഷൻ. അത് നമുക്ക് ഘട്ടമായി മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ആലോചിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കും. നേരത്തെ 3.09 കിലോമീറ്റർ ഫെൻസിംഗിനുള്ള അനുമതി ലഭിച്ചിരുന്നു. ഇതുകൂടാതെ പഞ്ചായത്ത് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. കാട്ടാന ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി പെട്രോളിംഗ് ശക്തമാക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൂടാതെ അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. നിലവിൽ PRT, പ്രൈമറി റെസ്പോൺസ് ടീംമാരുടെ സേവനം ഉറപ്പാക്കുമെന്നും ആവശ്യമെങ്കിൽ ട്രെഞ്ച് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഘട്ടമായി നടപ്പാക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. പ്ലാഴി റോഡിൻ്റെ വലതുവശത്താണ് 7, 8, 9, 10 വാർഡുകൾ കേന്ദ്രീകരിച്ചിട്ടാണ്, അവിടെ നിന്നാണ് പ്രത്യേകിച്ച് ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. തീർച്ചയായും നേരത്തെയൊക്കെ ആ പ്രദേശത്ത് നിന്നും അവിടെ ഭീതി പരത്തുന്ന രീതിയിലാണ് ആന നടന്നിരുന്നത്. പക്ഷേ ഇപ്പുറത്തേക്ക് വരുന്നതിന് കൂടായിട്ട് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും വളരെ ഭയാശങ്ക ഉണ്ടാക്കുകയും ഇന്നലെ അതിൻ്റെ ഭാഗമായി ഒരു ആന നമ്മുടെ മണലാടി പ്രദേശത്ത് ഇറങ്ങുകയും അതിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അടിയന്തര ഘട്ടത്തിൽ തന്നെ വന്ന് അതിനെ ഓടിച്ച് നേരെ ഉൾക്കാട്ടിലേക്കും വിടുകയുണ്ടായി. പക്ഷേ അത് സമാനമായി 2 ആനകളാണ് 10ാം വാർഡിൽ വരികയും ആ ആനകളെയും ഇതേപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നേരത്തെ അപ്പം തന്നെ കാട്ടിലേക്ക് തുരുത്തുകയുണ്ടായി. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ, ഞങ്ങൾ നിരന്തരമായി ഭരണസമിതി കൂടുമ്പോൾ ഇവിടെ ജനങ്ങളുടെ കൃത്യമായി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. അത് തുടർന്നുണ്ടാവും. ഇന്നത്തെ യോഗത്തിൻ്റെ അടിയന്തരമായിട്ടുള്ള ഈ യോഗം കൂടാനുണ്ടായ കാരണവും അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് തന്നെ വിവിധ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും DFO മുതലുള്ള ആളുകളും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് നമുക്കവിടെ എന്തെല്ലാം ഇനിയുണ്ടാവുന്ന മുന്നൊരുക്കങ്ങൾ ചെയ്യാമെന്ന്
വളരെ വിശദമായി ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഈ നൈറ്റ് പെട്രോളിംഗ് അത് പ്രധാന ഒരു ഘടകമാണ്. അവർ നൈറ്റ് പെട്രോളിംഗ് ഈ വാർഡുകളെ കേന്ദ്രീകരിച്ച് നൈറ്റ് പെട്രോളിംഗ് ഉറപ്പുവരുത്തിക്കൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്കുള്ള ഭീതി മാറ്റുന്നതിനു വേണ്ടി ഇന്നത്തെ യോഗത്തിൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ പെട്ടെന്നുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പെട്ടെന്ന് അടിയന്തര യോഗത്തിന്റെ ഭാഗമായി ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ചുകൊണ്ട് ഇതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പ്രശ്നക്കാരനായ വാഴക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടി ഉൾക്കാട്ടിൽ വിടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കില്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തൃശൂർ, വടക്കാഞ്ചേരി, ചെറുതുരുത്തി പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. മീറ്റിംഗിൽ അങ്ങനെ നമുക്ക് മയക്കുവെടി വെച്ചിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നോ നമുക്ക് അവയെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തുരത്താൻ സാധ്യമല്ല. ഘട്ടം ഘട്ടമായി അവരെ നമ്മൾ ഫെൻസിങ് മുഖേന അവരെ കുറച്ച് കാട്ടിൻ്റെ ഉൾക്കാടിലേക്ക് നീക്കി നമ്മളുടെ അതിർത്തി വിട്ട് പീച്ചി മേഖലയിലേക്ക് തുരുത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. CCV ന്യൂസ്, ചേലക്കര.